വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. തലശ്ശേരിയിലെ മുസ്ലിം പള്ളി പൊളിക്കാൻ വരുന്ന സംഘി ക്രിമിനലുകളെ, നിങ്ങൾ മുസ്ലിം പള്ളി പൊളിക്കാൻ വരുന്നതിന് മുൻപ് നിങ്ങളുടെ വീടും നാടുമൊക്കെ ഒന്ന് ചുറ്റിക്കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് വീട്ടിലേക്കോ നാട്ടിലേക്കോ എത്തിയില്ല എന്ന് വന്നേക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പള്ളി സംരക്ഷിക്കാൻ ഈ കേരളത്തിൽ ആൺകുട്ടികളുണ്ട്. അക്കൂട്ടത്തിൽ ഹിന്ദു ഉണ്ടാകും, ക്രിസ്ത്യാനി ഉണ്ടാകും, മുസ്ലിം ഉണ്ടാകും. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അവരൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ എടപ്പാളോട്ടവും കൊട്ടാരക്കരയോട്ടവും ഒക്കെ പഴങ്കഥയാക്കി ഈ രാജ്യം തന്നെ വിട്ടോടേണ്ട ദയനീയമായിട്ടുള്ളൊരവസ്ഥ നിങ്ങൾക്കുണ്ടാകും. അങ്ങ് കടന്നു പോവുകയാണല്ലോ. പരിധികളൊക്കെ ലംഘിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ വായിൽ വരുന്ന മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പേടിച്ച് മാളത്തിൽ ഒളിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. 992 അവസ്ഥയല്ല ഇന്ന് ഈ രാജ്യത്തുള്ളത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇന്ന് പ്രതിരോധ ശേഷിയുള്ള ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വരുന്ന യുവ സമൂഹം ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. അവർക്കറിയാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആക്രമകാരികളെ നേരിടേണ്ടത് എന്ന്. വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ട മതേതര സമൂഹമേ, നിങ്ങൾ ഇത് കാണുന്നില്ലേ? കേരളത്തിൽ എത്ര മുസ്ലിം മത സംഘടനകളുണ്ട്? അവർ RSSനെതിരെ റാലി നടത്തുമ്പോൾ ക്ഷേത്രം പൊളിക്കണമെന്നും ക്ഷേത്രത്തിലെ സ്വാമിമാരെ അടിക്കണമെന്നും ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ അനുവദിക്കുകയില്ല എന്നും ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥന അനുവദിക്കുകയില്ല എന്നും കുർബാന നടത്തുന്ന സമയത്ത് അവിടെ കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം മത സംഘടന RSSനെതിരെ, ക്രിസംഗികൾക്കെതിരെ സമരം നടത്തുമ്പോൾ, പ്രതിഷേധം നടത്തുമ്പോൾ, മുദ്രാവാക്യം വിളിക്കുമ്പോൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിം മത സംഘടന? ചിലപ്പോൾ തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് അവിടെയും ഇവിടെയും പോകുന്ന ISISന്റെ ഭീകരവാദികളുടെ പേരിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഓഡിയോ സന്ദേശം വന്നിട്ടുണ്ടാകാം. അതും ഇതുവരെ സ്ഥിരീകരിക്കാത്തതാണ്. അങ്ങനെ വരാൻ സാധ്യതകളുണ്ട്. കാരണം അവർ മതവർഗീയവാദികളാണ്. കേരളത്തിലെ മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം മത സംഘടന ഇത്തരത്തിലുള്ള മുദ്രാവാക്യ വിളിയോ പ്രസംഗമോ നടത്തിയിട്ടുണ്ടോ? ഇല്ല. കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം കേരളത്തിലെ മുസ്ലിം മത സംഘടനകൾ അങ്ങനെ ചെയ്യില്ല. നല്ലവനായ ഒരു ഹൈന്ദവനും അങ്ങനെ ചെയ്യില്ല, ഒരു ക്രിസ്ത്യാനിയും അങ്ങനെ ചെയ്യില്ല. പക്ഷേ സംഘി ഭീകരന്മാർ ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെയും പരസ്യമായും ജനങ്ങൾ നോക്കി നിൽക്കെ മുസ്ലിങ്ങൾ താമസിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും താമസിക്കുന്ന പ്രദേശങ്ങളിൽ ചെന്ന് കയറിയിട്ട് ദാ ഇതുപോലെ പച്ചക്ക് വർഗീയത വിളിച്ചു പറയും. എന്തുകൊണ്ടാ പറയുന്നത്? കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കണ്ണു തുറന്നു കാണണം. എന്തുകൊണ്ടാ ഇവന്മാർ ഇങ്ങനെ പരസ്യമായിട്ട് അവർക്ക് വായിൽ തോന്നിയ തെമ്മാടിത്തരം വിളിച്ചു പറയുന്നത്? നട്ടലിന്റെ ബലം കുറവായതുകൊണ്ട് തന്നെയാണ്. എവിടെ പോയി കേരളത്തിലെ പോലീസുകാർ? ഇത് ഒന്നാമത്തെ സംഭവമാണ്. ഇത് കേരളത്തിൽ നടക്കുന്ന ഒന്നാമത്തെ സംഭവമാണ്. ഇതിനെതിരെ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ ചിലപ്പോൾ 153 നിങ്ങൾ ചർച്ചയേക്കാം. ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന ആളുകൾക്കെതിരെ, ഇവർക്കെതിരെ ഏത് രീതിയിലുള്ള നടപടിയെടുക്കും കാണേണ്ടതുണ്ട്. എത്ര സംഭവങ്ങൾ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തലശ്ശേരിയിലെയും കണ്ണൂരിലെയും കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലും എന്താണ് നടന്നത്? മുസ്ലിങ്ങളുടെ പള്ളിയിൽ കയറി വെട്ടും, മുസ്ലിങ്ങളുടെ വീടിൽ കയറി വെട്ടും, അവരെ ഇല്ലാതാക്കും, ഒരു മനുഷ്യനെയും ജീവിക്കാൻ അനുവദിക്കില്ല. ഇത്തരത്തിലുള്ള മുദ്രാവാക്യ വിളികൾ നടത്തിയപ്പോൾ അതിനെ നേരിടാൻ കേരളത്തിലെ പോലീസിന് സാധിച്ചില്ല, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവർ തെമ്മാടിത്തരം വിളമ്പിയോതുന്നത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനിയെങ്കിലും കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ തയ്യാറാവുക. തോന്നിവാസമാണ് ഇവർ നടത്തുന്നത്. മതേതര സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഏത് രീതിയിലുള്ള പോറലേൽപ്പിക്കുമെന്നുള്ളത് അങ്ങക്ക് മനസ്സിലാകുന്നില്ലേ? അത്തരത്തിലുള്ള പോറലേൽക്കുന്നതിന് മുൻപ് തന്നെ ഇവരെയൊക്കെ കെട്ടിച്ചില്ല എങ്കിൽ ഇവരെ നേരിടാൻ സാധാരണക്കാരായ ജനങ്ങൾ തയ്യാറാവും. അത് മറ്റു പല വിഷയങ്ങളിലേക്ക് പോകും.
ഇവിടെ വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടാകുമ്പോൾ അതിനെ മറ്റൊരു വിഭാഗമോ അല്ലെങ്കിൽ മറ്റൊരു സമൂഹമോ സമുദായമോ നേരിടാനുള്ള സാധ്യതകൾ ആരാണ് ഒരുക്കി കൊടുക്കുന്നത്? പോലീസുകാർ തന്നെയാണ്, സർക്കാർ തന്നെയാണ്. കൃത്യമായ നടപടിയെടുത്തിട്ട് ഇവരെ പോലെയുള്ള വർഗീയവാദികളെ തുറങ്കലിൽ അടിച്ചു കഴിഞ്ഞാൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചാർത്തിയിട്ട് കൃത്യമായ സമയങ്ങളിൽ കോടതി ചോദിക്കുന്ന നേരത്ത് ഇവരെ കുറിച്ചിട്ടുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ജാമ്യം കിട്ടുമോ? ഇല്ല. ഇവിടെ ഒരു പരിധിവരെ എല്ലാത്തിനും മുന്നിൽ ഇവിടെയുള്ള നിയമ സംവിധാനം കണ്ണടക്കുകയാണ്. അവിടെയാണ് സാധാരണക്കാരായ മനുഷ്യന് പ്രതിരോധിക്കേണ്ടി വരുന്നത്. ഈ പ്രതിരോധം ആപത്താകുമെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ഇത്തരത്തിലുള്ള തലശ്ശേരിയിലെ ഗുണ്ടാ ക്രിമിനലുകളെ കൃത്യമായി നേരിടാൻ ഇവിടെയുള്ള ഭരണകൂടം തയ്യാറാവണം. എന്ത് മുദ്രാവാക്യമാണിത്? ഒരു മതത്തിന്റെ ആരാധനാലയത്തിൽ കയറിയിട്ട് അത് ഇല്ലാതാക്കും, പൊളിച്ചു മാറ്റുമെന്ന് ഇത്രക്കും പരസ്യമായി ഇവർക്ക് ഇങ്ങനെ വിളിച്ചു പറയാൻ എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത്? എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത്? ആരാണ് ധൈര്യം കൊടുത്തത്? ഈ ധൈര്യം വന്ന വഴികൾ എവിടെയാണ്? അവിടെയാണ് കൃത്യമായി നിങ്ങളുടെ അനാസ്ഥകൾ വ്യക്തമാക്കുന്നുള്ളത്. ഇതുപോലെ തുറന്നു പറഞ്ഞില്ല എങ്കിൽ നാളുകളിൽ ഇവന്മാരെ പോലെയുള്ള വർഗീയ ഭ്രാന്തന്മാർ അവർക്ക് വായിൽ തോന്നിയത് പൊതുമധ്യ വിളിച്ചു പറയുന്ന സമയത്ത് തന്റെ ഇടമുള്ള ആർജവമുള്ള പ്രതിരോധ ശേഷിയുള്ള യുവാക്കൾ ചിലപ്പോൾ അത് കണ്ടു നിന്നു എന്ന് വരില്ല. ഇവരുടെ റാലിക്കകത്ത് കയറിയിട്ട് കൊടുക്കേണ്ടത് കൊടുത്ത സമയത്ത് ചിലപ്പോൾ വിഷയം മാറി എന്ന് വന്നേക്കാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മുദ്രാവാക്യ വിളികൾ കേൾക്കുന്ന പോലീസുകാർ ആകാശം നോക്കി നിൽക്കുകയാണ് ഉള്ളത്. നിങ്ങൾ മേഘം നോക്കി നിൽക്കുകയാണ് ഉള്ളത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ ഒരു ഫോഴ്സിനെ വിളിപ്പിച്ചിട്ട് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ച ആളുകളെ അവിടെ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല? കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം മത സംഘടന ഇതുപോലെയുള്ള ചട്ടത്തരം ചെയ്യുമോ? യഥാർത്ഥ ഹൈന്ദവ മതത്തിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിലുള്ള ചട്ടത്തരം ചെയ്യുമോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മത സംഘടനകൾ ഇത്തരത്തിലുള്ള ചട്ടത്തരം ചെയ്യുമോ? ഇല്ല. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇതുപോലെയുള്ള സംഘി ക്രിമിനലുകളെ തന്നെയാണ്. ഇവിടെ കൃത്യമായ നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് ഒരു അപേക്ഷയോട് കൂടിയിട്ട് പറയുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.